വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. പാക്സ് കമ്മ്യൂണിക്കേഷൻ ഒരുക്കുന്ന ട്രസ് കാൻഡോസ് വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ആണ്ടുവട്ടത്തിലെ 26-ാം ഞായറിലെ സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. അസ്വസ്ഥരാകുക, അസഹിഷ്ണുത കാണിക്കുക മനുഷ്യൻ്റെ പൊതു സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകാറില്ലേ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കഴിയുമ്പോൾ അസ്വസ്ഥരാകുന്നു. ചെറിയ സമയത്തേക്കെങ്കിലും പവർ കട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ മുറുമുറുക്കുന്നു. ഓഫീസുകളിൽ കാലതാമസമുണ്ടാകുമ്പോൾ, ട്രെയിനോ ബസ്സോ സമയത്ത് വരാതാകുമ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥരാകാറില്ലേ? രാജ്യാന്തര തലത്തിലും ഇത്തരം അസഹിഷ്ണുതകൾ കൂടിക്കൂടി വരുന്നു. കുടിയേറ്റക്കാരുടെ, അഭയാർത്ഥികളുടെ എണ്ണം പെരുകുമ്പോൾ തദ്ദേശവാസികൾക്കുള്ള അസഹിഷ്ണുത, ഒരു സമുദായം മറ്റു സമുദായത്തേക്കാൾ കൂടുതൽ സാമ്പത്തികമായും അംഗബലത്തിലും വളർന്നു വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത. ഈയിടെ ബ്രിട്ടനിലും മറ്റും നടന്ന കലാപങ്ങൾ ഒറ്റപ്പെട്ടതല്ല. അസഹിഷ്ണുത, കുടിയേറ്റക്കാരോടുള്ള അസഹിഷ്ണുത. ഈ പശ്ചാത്തലത്തിൽ വേണം ഇന്നത്തെ സുവിശേഷ ഭാഗം നാം ധ്യാനിക്കാൻ. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പോലും ഇത്തരം വിഭാഗീയത ചിന്തകൾ ഉടലെടുത്തിരുന്നു. മതതീവ്രവാദത്തിലേക്ക് ശിഷ്യന്മാർ വഴുതി വീഴുമോ എന്ന് യേശു ഭയപ്പെട്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 54-ാം വാക്യത്തിൽ യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളുടെ മേൽ അഗ്നിയിറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരെ യേശു ശാസിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 41-ാം വാക്യത്തിൽ തൻ്റെ എതിരാളികളെ വാളെടുത്ത് വെട്ടട്ടെ എന്ന് ചോദിക്കുന്ന ശിഷ്യൻ. യേശുവിൻ്റെ മറുപടി, നിർത്തൂ, ഇത്തരം ചിന്തകൾ നിർത്തൂ. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ യേശുവിനോട് ചോദിക്കുന്നതും അതേ മനോഭാവത്തോടെ തന്നെ. ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയണ്ട, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. എത്ര വിശാലമായ കാഴ്ചപ്പാട്! ആരെയും മുൻവിധിയോടെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്നു. യേശു ഒരു ചെറു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല വന്നത്, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് യേശു ജീവിച്ചത്. തൻ്റെ ശിഷ്യരും അത്തരം വിശാല മനോഭാവത്തിൽ വളരണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട 3 അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നു. പ്രഥമ യോഗ്യതയായി സൂചിപ്പിക്കുന്നത് ഓരോ ക്രിസ്തു ശിഷ്യനും തുറവിയുള്ളവരായിരിക്കണം, വിശാല മനസ്കരായിരിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സുണ്ടാവണം. വിഭാഗീയത പാടില്ല, അസഹിഷ്ണുത പാടില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, ആരെയും മാറ്റി നിർത്തേണ്ടതില്ല. അതാണ് യേശു തൻ്റെ ജീവിതത്തിലെല്ലാം പഠിപ്പിച്ചത്. വിജാതീയരെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയ സമരിയക്കാരെ പുകഴ്ത്തുന്നതിൽ യേശു പിശുക്ക് കാണിച്ചില്ല. ചുങ്കക്കാരനോട് അയിത്തമുണ്ടായിരുന്നില്ല. പാപിനിയെ പടിക്ക് പുറത്ത് നിർത്തിയില്ല. ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട 2ാമത്തെ അടിസ്ഥാന യോഗ്യത ക്രിസ്തുവിനെ ധരിക്കുന്നവരായിരിക്കണം. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിനെ അനുകരിക്കുക. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അനുകരിച്ച പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും? ദാരിദ്ര്യമോ, ദുരിതമോ, പട്ടിണിയോ, നഗ്നതയോ, വാളോ? ക്രിസ്തുവിനെ ധരിച്ച പത്രോസ് അപ്പസ്തോലൻ പറയുന്നു, വെള്ളിയോ സ്വർണമോ ഒന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട 3ാമത്തെ അടിസ്ഥാന യോഗ്യത
ഓരോ ക്രിസ്തു ശിഷ്യനും മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. ദുർമാതൃക കാണിക്കരുത്. ദുഷ്പ്രേരണകൾക്ക് കാരണമാകാതിരിക്കുക. ആർക്കും ഒരു ഉതപ്പിന് കാരണമാകരുത്. ആരെയും വഴിതെറ്റിക്കരുത്. ആപാത ചൂടം ക്രിസ്തുവിനെ ധരിച്ചവർ തിന്മയുടെ ശക്തികളെ വേരോടെ പിഴുതു മാറ്റണം. അത് കൈയാകട്ടെ, കാലാകട്ടെ, കണ്ണാകട്ടെ. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അനുകരിക്കുന്നവരാകാനും ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഉറച്ച നിലപാടെടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.